ഹലോ, പാറു വരുന്നുണ്ട് കേട്ടോ. ഞാൻ പാറുവിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പാറു. അമ്മ ഒരു വ്ളോഗ് എടുക്കാണ് പാറു. ഫസ്റ്റ് ടൈം. എവിടെ അച്ഛനെവിടെ വരുന്നുണ്ടാ? ഓ ബേബി. അതാ അവള് നേരെ പോകുന്നത് ഈ ഏരിയയിലേക്കാണിതാ. എന്നും ഇങ്ങോട്ടാ പോവാട്ടോ. എന്താണ് ഇവിടെ? എന്താ പാറു ഇവിടെ ഉള്ളത്? എന്താണ് താഴെ ഉള്ളത്? അതാ അവളുടെ പൂച്ചക്കുട്ടികളുണ്ട്, കണ്ടില്ലേ? അതിനെ കാണാനാണ് പാറു വേഗം ഇവിടെ വരുന്നത് അല്ലേ? സ്കൂളിട്ട് വന്നാൽ ഫസ്റ്റ് വരെ പൂച്ചക്കുട്ടികളെ കാണാൻ. എന്നിട്ട് അവള് പൂച്ചക്ക് ഞങ്ങളുടെ പൊട്ടറ്റോ ഒക്കെ എടുത്തു കൊടുക്കും. അതാണ് പരിപാടി അല്ലേ പാറു? ഇന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിലെ വിശേഷങ്ങള്? അടിപൊളി. ഹോളി ഇപ്പോഴോ? നമ്മുടെ റൂം കേട് വരും. പുറത്ത് പോയിട്ട് വെതറിക്കാം, ബാൽക്കണി പോയിട്ട് വെതറിക്കാം. തലേനെ നോക്കിയ തല നിറച്ചായി. ഇതെങ്ങനെ ഇനി പോവുക? നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഴം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതാ അമ്മ പൊരിക്കാൻ വേണ്ടിട്ട് പാറുവിന്. നെല്ലിക്ക നമുക്ക് ജ്യൂസ് അടിക്കാനേ. തല താഴത്ത്. അപ്പൊ പോകുന്നില്ലല്ലോ ആവേ. എന്തിനാ അതെങ്ങനെ നീ പോക്കുക? കുളിക്കുമ്പോ പോവേക്കും അല്ലേ? ഇന്ന് നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നായിരുന്നോ? എന്താ തിന്നുന്നേ? നെല്ലിക്ക. കുളിക്കുന്നില്ലേ? അമ്മ ജ്യൂസ് അടിക്കാൻ വെച്ചാണ് കേട്ടോ. മുടി ഉണ്ടാവാൻ വേണ്ടിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കാൻ അല്ലേ? അവളല്ലാതെ തന്നെ തിന്നാണ് കേട്ടോ. അപ്പൊ പാറുവിനുള്ള അടുത്ത എന്താണ്? നമ്മള് ബനാന ഉണ്ടാക്കാൻ പോവാ അല്ലെ? പഴം പൊരിക്കാം. അതിന്റെ ചില സൈഡ് കേടുവന്നുണ്ട് പാറു. അങ്ങനെ ഞങ്ങൾ പഴം പൊരിക്കാൻ പോവാണ് പാറുവിന് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കരാട്ടെ ക്ലാസ്സിൽ പോവാനുണ്ട് അല്ലേ പാറു? ആ അതെ, അവളുടെ യെല്ലോ ബെൽറ്റിന്റെ ടെസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് വീക്ക് അല്ലെ? ലാസ്റ്റ് സൺഡേ. അപ്പൊ ഇന്ന് അതിന്റെ യെല്ലോ ബെൽറ്റ് സാർ കൊടുക്കുന്നാണ് അവള് പറയുന്നത്. അന്ന് ബെൽറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ടെസ്റ്റ് മാത്രം നടന്നു. പഴം പറിക്കാനോ? അയ്യോ, പഴം പൊരിക്കാൻ പോവാണ്. നെയ്യ് എടുക്കാൻ പോയതാ. പണ്ട് അമ്മ എന്നെ ഐസ്ക്രീമാണ് പറഞ്ഞിട്ട് ഈ നെയ്യ് എന്നെ തീറ്റിപ്പിച്ചിട്ടുണ്ട് അമ്മ. ശരിയാണ്, ഫ്രിഡ്ജിൽ വെക്കുകയല്ലോ നമ്മള്. അപ്പൊ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഞാൻ അവൾക്ക് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് ഐസ്ക്രീം ആണ്, കഴിച്ചു നോക്കാം. അവള് കഴിക്കും കേട്ടോ. അതൊന്ന് കഴിച്ചു നോക്കിപ്പോ. ഇപ്പൊ കഴിക്കാം. ഇച്ചിരി നെയ്യും പിന്നെ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നമുക്ക് പാറുവിന് ശർക്കര ഇടാം. ഞങ്ങള് ശർക്കര പൊടിയാണ് വാങ്ങാറ്. പൊടിയാവുമ്പോ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ജാഗിരി പൗഡർ ആണ് വാങ്ങാറ്. പാറുവിന് ഇഷ്ടല്ലേ ശർക്കര? അയ്യോ, വീഡിയോക്ക് നോക്കിട്ട് ശർക്കര ഒക്കെ വീണുപോയി അല്ലേ പാറു? നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇടാം. നിങ്ങൾ വിചാരിക്കും മറിച്ചിട്ട വാക്കിൽ ശരിക്കുന്നുണ്ടത്, പക്ഷെ ഇത് കരിഞ്ഞു പോയതാണ് കേട്ടോ. ഞങ്ങൾ സംസാരത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ആയിപ്പോയി അല്ലേ പാറു? പഴക്കുട്ടന്മാർ റെഡിയായി ലൈനായിട്ട് വരുവാണ്. എനിക്ക് ഈ പഴത്തിന്റെ വേറൊരു ഐറ്റം ഇഷ്ടം. അതുപോലെ പഴം ഇതേപോലെ ഇങ്ങനെ വഴറ്റുക, എന്നിട്ട് അതില് തേങ്ങ ചിരകിയിടുക, മുട്ട ഉണ്ടെങ്കിൽ ഒഴിക്കുക, പിന്നെ ശർക്കര. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. കുറച്ച് ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ നല്ല എനർജി കിട്ടും. ഞാൻ അങ്ങനെ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ എനർജി കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പാറുവിന്റെ പഴം ആയിട്ടുണ്ട്. ഇനി തൈരിലും പിടിച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ പാറു കഴിക്കാൻ തുടങ്ങി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ പാറു, എങ്ങനെയുണ്ട്? നെല്ലിക്ക ജ്യൂസ് അടിക്കാനാണ് ഇപ്പൊ ഈ നെല്ലിക്ക കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ നെല്ലിക്ക വാങ്ങാറുണ്ട്. ജസ്റ്റ് നെല്ലിക്കയും ഇഞ്ചിയും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ജ്യൂസ് അടിച്ച് കഴിക്കും. മുടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് ചെയ്യുന്നതാണ്. വെച്ച് വന്നിരിക്കുന്നത് കാണിച്ചു തരാം. ഫിനിഷ് ചെയ്തോന്ന്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. അതാ പാറ് വന്നിട്ടുണ്ട്. നമുക്ക് പാറിന് കൊടുക്കും. പാറ് കുടിക്കുമെന്ന് നോക്കാം. ഇതില് അതിലല്ല, അതിൽ കുടിക്കാൻ കഴിയില്ല. സ്പൂണിൽ തരാം കേട്ടോ. പാറുവിന്റെ എക്സ്പ്രഷൻ കാണാം നമുക്ക്. അവളെ കുടിക്കാറുണ്ട് കേട്ടോ. ഞാൻ എക്സ്പ്രഷൻ ഇല്ലാതെ കുടിച്ചാൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അവള് കുടിക്കുന്നേ. എക്സ്പ്രഷൻ ഉണ്ടാവാ പാടില്ല. എക്സ്പ്രഷൻ ഉണ്ടായി അമ്മയ്ക്ക് എക്സ്പ്രഷൻ ഇല്ലാതെ കുടിക്കാൻ അറിയില്ല. ബുദ്ധി വരുന്നില്ലല്ലോ. ബുദ്ധിയല്ല വരിക, മുടിയാ ഉണ്ടാവുക. ബുദ്ധി വരുന്നില്ലല്ലോ. ബുദ്ധിയാണ് വരിക. ബുദ്ധിയല്ല, മുടിയാണ് വരിക കേട്ടോ. അത് ഇന്നലെ വരൂല. പാറ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ വരും. ഞങ്ങള് കുടിച്ചേ സ്നാക്സ് ഉണ്ടാക്കാം. പറയാ അവല് കുഴച്ചത് അതുണ്ടാക്കാൻ പോകും. തേങ്ങ ചെറുകി. ഇനി നമുക്ക് പഴം ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ അരിയുന്നത്. നമ്മള് വട്ടത്തിലൊക്കെ അല്ല അരിയ. ഒരു വെറൈറ്റി കിടക്കട്ടെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞില്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ജസ്റ്റ് വെള്ളം ഒഴിച്ചാല് അലിഞ്ഞങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു അവിലാണ്. പോഹ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഈ അവിലുണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടും കൂടി പോഹയ്ക്ക് ഉപയോഗിക്കാൻ, ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിട്ട് വാങ്ങി. അവിലും ശർക്കരയും വേണം തരാം. നമ്മുടെ ശർക്കര വീണ്ടും ഇതും കൂടി ആയാൽ വഴി കഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടായോ? പാറു മേക്കപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്യണേ. പാറു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവള് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാഗ് ഇട്ടാൻ കഴിയുന്ന കേട്ടോ കാണുന്നേ. പൗഡർ ഇടാൻ മറന്നത്ര. ഇവിടെ തിരിഞ്ഞാ നോക്കട്ടെ. തിരിഞ്ഞ പാറു നോക്കട്ടെ. ഇതാണ് പൗഡർ ഇട്ടാനുള്ള കുഴപ്പം. എപ്പോഴും പൗഡർ ഇടില്ല, പക്ഷെ പൗഡർ ഇടാൻ തോന്നിയാലും മൊത്തം മുഖത്ത് വരുത്തേക്കും. കണ്ണിലാവണ്ടാട്ടാ. അപ്പൊ ഞങ്ങള് കരാട്ടെ ക്ലാസ്സിൽ പോവാണ്.